രാജ്യസമരമായി മാറിയോ CJPയുടെയും കോൺഗ്രസിൻ്റെയും ദില്ലിയിലെ പ്രതിഷേധമെന്നാണ് ചോദ്യം. രാജ്യം ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. നമ്മുടെ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിന് ഇന്ത്യയെന്നും ഭാരതെന്നും പേരുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ജനസംഖ്യ വെച്ച് നോക്കിയാൽ ഇന്ത്യ ഒരു യങ്ങിസ്ഥാനാണ്. ഇന്ത്യയുടെ ചെറുപ്പക്കാരുടെ കണക്ക് നോക്കിയാൽ 35 വയസ്സിൽ താഴെയുള്ളവരാണ് 65%, 25 വയസ്സിൽ താഴെയുള്ളവരാണ് ഈ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ 50%. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നത് പഞ്ചാബല്ല, ബംഗാളല്ല, തമിഴ്നാടല്ല, ഇന്ത്യ ഒട്ടാകെയാണ്. മുസ്ലിങ്ങളല്ല, സിഖുകാരല്ല, ഹിന്ദുക്കളല്ല. പകരം ഏറ്റെടുത്തിരിക്കുന്നത് ഇന്ത്യയിലെ യുവജനങ്ങളാണ്. ഈ 50% പോപ്പുലേഷൻ്റെ ഭാഗമായ യുവജനം ഈ സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ്. പ്രിയപ്പെട്ടവരെ, ബീഹാറിലേക്ക് നിങ്ങൾ പോയാൽ അവിടെ അലയൊലികൾ കാണാം. കേരളത്തിലേക്ക് നിങ്ങൾ വന്നാൽ അവിടെ ലോക് ഭവനിലേക്ക് നല്ല മാർച്ച് ചെയ്ത യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരെ കാണാം. ഇന്നും നാളെയും മറ്റന്നാളും സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്ന KSUവിൻ്റെയും SFIയുടെയും പ്രതിനിധികളെ കാണാം. പ്രിയപ്പെട്ടവരെ, ഈ സമരം ചെറുപ്പക്കാർ ഏറ്റെടുത്തിരിക്കുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിനെ ഏറ്റവും കൂടുതൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 12 വർഷങ്ങളിലായി നിദ്രയിലാണ്ടുപോയ ഇന്ത്യയിലെ ജനാധിപത്യത്തെ വിളിച്ചുണർത്തുകയാണ് ഈ ചെറുപ്പക്കാരുടെ സമരം. പ്രിയപ്പെട്ടവരെ, ഈ കാർഷിക സമരമല്ലാതെ ഈ കേന്ദ്ര സർക്കാരിനെ ഒരു സമരവും തൊട്ടു തീണ്ടിയിട്ടില്ല. അവരുടെ തൊലിപ്പുറത്തെ ബാക്കിയെല്ലാം രോമത്തെ പോലും സ്പർശിക്കാൻ കഴിയാതെ പോയി. പക്ഷേ ആദ്യമായി ഈ സർക്കാരിനെ പാഠം പഠിപ്പിച്ച സമരമായിരുന്നു കാർഷിക സമരം. ആ കർഷക സമരത്തിനെ തുടർന്നാണ് കാർഷിക നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നത്. അത് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ അതിനേക്കാൾ തീവ്രതയേറിയ ഒരുപക്ഷെ വരും ദിനങ്ങളിൽ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തിൽ സംഘടിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇന്ത്യയിലെ ചെറുപ്പക്കാർക്ക് കിട്ടിയിരിക്കുന്നു. അത് CJP മാത്രമല്ല, ചെറുപ്പക്കാർ ഏതു രാഷ്ട്രീയ വിഷയത്തിൽ പ്രതികരിച്ചു തുടങ്ങിയോ അപ്പോൾ ഭരണകൂടം സ്വാഭാവികമായും ജാഗ്രതയോടുകൂടി ഇരിക്കേണ്ടി വരുമെന്നുള്ളത് ശ്രീലങ്ക പഠിപ്പിച്ചിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് നേപ്പാൾ പഠിപ്പിച്ചിട്ടുണ്ട്, മുല്ലപ്പൂ വിപ്ലവങ്ങൾ നടന്ന ഈജിപ്തും ടുണീഷ്യയും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇതിനെ ജാഗ്രതയോടുകൂടി തന്നെ വീക്ഷിക്കുന്നു. എനിക്ക് പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലെ ഈ ചെറുപ്പക്കാർക്ക് നേരെ ഈ സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ്. അതിൽ എനിക്കൊരു പേര് പറയണം. നൈമിഷ പ്രധാൻ. ഏതെങ്കിലും വ്യക്തികൾക്കെതിരെയുള്ള സാമൂഹിക മാധ്യമാക്രമണത്തെ ഞാൻ അനുകൂലിക്കുന്ന ആളെയല്ല. നൈമിഷ പ്രധാൻ എന്ന രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ധർമ്മേന്ദ്ര പ്രധാൻ്റെ മകൾക്ക് നേരെ നടക്കുന്ന സൈബർ അറ്റാക്കിനോട് വിയോജിച്ചുകൊണ്ട് തന്നെ ഞാനൊരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയട്ടെ. നൈമിഷ പ്രധാൻ എവിടെ പഠിച്ചെന്നറിയാമോ? നൈമിഷ പ്രധാൻ പഠിച്ചത് മസാച്യുസെറ്റ്സിലാണ്. ടഫൻസ് സർവകലാശാലയിലാണ് LLM പൂർത്തിയാക്കിയത്. നൈമിഷ പ്രധാൻ അറിയില്ല, നേരത്തെ മാധു സൂചിപ്പിച്ച പിൻഷുൽ ബസാൽ എന്ന് പറയുന്ന നീറ്റ് പരീക്ഷയിലെ ടോപ്പ് സ്കോറർക്ക് അറിയില്ല. ഈ പരീക്ഷയ്ക്ക് വേണ്ടി നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഓരോ വർഷവും തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന 22 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും യാതന. ഏറ്റവും ഒടുവിൽ ഒരു ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ എൻട്രൻസ് പരീക്ഷകളിലെ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചുള്ള പഠനം നടത്തിയ ഒരു ഏജൻസി പുറത്തുവിട്ടൊരു ഡാറ്റയുണ്ട്. 74% ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ, എൻട്രൻസ് പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന മാനസികമായ സമ്മർദ്ദത്തെക്കുറിച്ച്. ഒരേ സമയം സാമ്പത്തികവും മാനസികവുമായ സമ്മർദ്ദം നേരിട്ട് വർഷങ്ങളോളം നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇന്നിപ്പോൾ തെരുവിലേക്ക് ഇറങ്ങുന്നത്. അവർക്ക് വേണ്ടിയാണ് തെരുവിലേക്ക് ഈ വിദ്യാർത്ഥികൾ ഇറങ്ങുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അവരുടെ എണ്ണം 22 ലക്ഷമാണ്. അവരുടെ രക്ഷിതാക്കളും അവരുടെ ബന്ധുക്കളും കൂട്ടി നോക്കിയാൽ ഒരു വലിയ പോപ്പുലേഷൻ വരും. അപ്പോൾ അവരെ മുഴുവൻ ബാധിക്കുന്ന ഒരു വിഷയമാണ് CJP ഏറ്റെടുത്തിരിക്കുന്നത്. നേരത്തെ പിയാസുൽ പറഞ്ഞൊരു കണക്കുണ്ട്. ഇന്ത്യയിലെ എൻട്രൻസ് കോച്ചിങ് സ്ഥാപനങ്ങളുടെ ബിസിനസിൻ്റെ കണക്ക് ഞാനതൊന്ന് പരിശോധിക്കുകയായിരുന്നു. അതിൻ്റെ കണക്ക് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത് 58,000 കോടി രൂപ മുതൽ 1.25 ലക്ഷം കോടി രൂപ വരെയാണ് ഇന്ത്യയിലെ വിവിധ കോച്ചിങ് സെന്ററുകൾ ഒരു വർഷം നടത്തുന്ന എൻട്രൻസ് കോച്ചിങ്ങിൻ്റെ ടേൺ ഓവർ. എന്ന് വെച്ചാൽ ഒരു വിദ്യാർത്ഥി ഏകദേശം 2.5 ലക്ഷം 3 ലക്ഷം രൂപ ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിന് കൊടുക്കുന്നു. 80,000 മുതൽ 2.5 ലക്ഷം രൂപ വരെ ഒരു എൻട്രൻസ് കോച്ചിങ് സ്ഥാപനത്തിന് കൊടുക്കുന്നു. ഇത് റിപ്പീറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ എത്ര വരുമെന്ന് ആലോചിച്ച് നോക്കൂ. 5 ലക്ഷം. 3 തവണ റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടിയാണെങ്കിൽ 7.5 ലക്ഷം. സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ ഇവിടെ എൻട്രൻസ് കോച്ചിങ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നതിൻ്റെ സാമ്പത്തിക ബാധ്യതയാണ്. ഇത് കൂടാതെയാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ച ആ മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്. ഇതാണ് ഇവിടെ തകർക്കപ്പെട്ടത്. അതെങ്ങനെയാണ് തകർക്കപ്പെട്ടത്? ഇത് വിറ്റ് കാശാക്കാൻ വേണ്ടി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന ഇതേ ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പിന് കീഴിലുള്ള ഏജൻസി, ആ ഏജൻസിക്കുള്ളിൽ നടന്ന കറപ്ഷൻ പുറത്തു വരുന്നു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരേറെയും NTയുമായി ബന്ധപ്പെട്ടവരാണ്. ഉത്തരവാദിത്വം ഈ വിദ്യാഭ്യാസ
വിദ്യാഭ്യാസ മന്ത്രിക്കില്ലേ? ഏതൊരു ഉത്തരവാദിത്വവും വകുപ്പിലെ ഏതൊരു ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രി അതിനോട് മുഖം തിരിഞ്ഞു നിന്നപ്പോഴാണ് ചെറുപ്പക്കാർ പ്രതിഷേധത്തിനിറങ്ങിയത്. എന്താണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചാലുള്ള പ്രശ്നം ചോദിക്കുന്നത് അണ്ണാ ഹസാരെയാണ്. ഇപ്പോൾ ഒരു കത്തയച്ചിരിക്കുന്നു. അണ്ണാ ഹസാരെ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നു. ഒരു മന്ത്രിയുടെ രാജി നിങ്ങളുടെ മാനമൊട്ടും കുറയ്ക്കില്ല എന്നാണ് അണ്ണാ ഹസാരെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഉറച്ചു നിൽക്കുകയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഞങ്ങളത് അംഗീകരിക്കില്ല. ആരോടുള്ള വെല്ലുവിളിയാണ്? ഈ രാജ്യത്തെ 22 ലക്ഷത്തോളം വരുന്ന എൻട്രൻസ് പരീക്ഷ എഴുതുന്ന, ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന CBSE പരീക്ഷ എഴുതുന്ന, ആ പരീക്ഷയ്ക്ക് കുഞ്ഞുങ്ങളെ തയ്യാറെടുക്കുന്ന രക്ഷിതാക്കളോടുള്ള വെല്ലുവിളിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഞങ്ങൾ അനുസരിക്കില്ല എന്ന BJPയുടെ നിലപാട്, എന്ന പ്രധാനമന്ത്രിയുടെ നിലപാട്. ഈ വിഷയം ചർച്ച ചെയ്യാൻ പ്രധാനമന്ത്രി ഇല്ല പാർലമെന്റിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർ നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യത്തിന് 2 പ്രധാനപ്പെട്ട തൂണുകൾ, ഒന്ന് ലെജിസ്ലേച്ചർ, മറ്റൊന്ന് ജുഡീഷ്യറി. ഇന്ത്യയിലെ ഏറ്റവും സർഗാത്മകമായ ക്രിയേറ്റീവായ ഈ ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇത് രണ്ടിൻ്റെയും പ്രധാനപ്പെട്ട 2 വ്യക്തികളില്ല. ജുഡീഷ്യറിയിൽ അവിടെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് ഇവരുടെ വീഡിയോ കാണുകയേ വേണ്ട. ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ സച്ച് വീഡിയോസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം പറയുന്നത് ഇന്ത്യയുടെ നീതിന്യായ കോടതിയുടെ അധിപനാണ്, സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസാണ്. തെരുവിൽ കിടന്ന് സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ പോലീസിൻ്റെ ഈ മുള്ളുവെച്ച് ലാത്തിവെച്ച് അടിയേറ്റു വാങ്ങുന്നത് ഇന്ത്യയുടെ ജുഡീഷ്യറിക്ക് അത് കേവലം കാണാൻ പാടില്ലാത്ത വീഡിയോ ആയി മാറുന്നത് എങ്ങനെയാണെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പാർലമെന്റിൽ ഉന്നയിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗത്തിന് മറുപടി പറയാൻ പ്രധാനമന്ത്രി ഇല്ലാത്തതിൻ്റെ രാഷ്ട്രീയ ധാർമ്മികത എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇത് 1 or 2 വീഴ്ചയല്ല, 152 പരീക്ഷകളാണ് ഈ രാജ്യത്ത് വിവിധ ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിലൂടെ ഉദ്യോഗാർത്ഥികളുടെ, വിദ്യാർത്ഥികളുടെ അവരുടെ അവകാശത്തെ ബാധിച്ചിരിക്കുന്നത്. 1 or 2 പരീക്ഷയല്ല എന്നത് ആവർത്തിച്ചു പറയാനുള്ള കാരണം ഇത് പരീക്ഷയുടെ കാര്യത്തിൽ മാത്രമല്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ഈ ഇന്ത്യ മഹാരാജ്യത്ത് കഴിഞ്ഞ 13 വർഷങ്ങളിലായി വെട്ടിക്കുറയ്ക്കപ്പെട്ട സീറ്റുകൾ നോക്കിയാൽ മതി, ഇവിടെ നിഷേധിക്കപ്പെട്ട തൊഴിലവസരങ്ങൾ നോക്കിയാൽ മതി, അൺഎംപ്ലോയ്മെന്റിന്റെ റേറ്റ് നോക്കിയാൽ മതി. ആ റേറ്റുകളിലെല്ലാം മുൻപന്തിയിൽ നിൽക്കുന്നത് ഈ BJP സർക്കാരാണ് കഴിഞ്ഞ 12 വർഷം. അതിൽ നോക്കൂ, ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് 11 ലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തി. 23 ലക്ഷം തൊഴിലവസരങ്ങൾ സർക്കാരിൽ ഉണ്ടായിരുന്നിട്ടും അത് ഫില്ല് ചെയ്യാതെ അതവിടെ ബാക്കി വയ്ക്കുന്ന സർക്കാരായിട്ട് മാറുന്നു. എന്നിട്ടാണ് ഈ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഈ സർക്കാരാണ് ഈ ബാക്കി അവസരമായി നിൽക്കുന്ന നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ മാർക്കറ്റിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ഉത്തരവാദിയായ വിദ്യാഭ്യാസ മന്ത്രിയെ ആ പദവിയിൽ നിലനിർത്തുന്നത്. CBSE പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഏജൻസി തെലങ്കാനയിൽ വെച്ച് 20 വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ വീഴ്ച വരുത്തിയ ഏജൻസിയാണെന്ന് അറിഞ്ഞിട്ടും ആ ഏജൻസിയെ കൊണ്ട് CBSEയുടെ ഓൺ സ്ക്രീൻ മാർക്കിങ്ങിന് അനുവാദം കൊടുക്കുന്നത് ഇതേ വിദ്യാഭ്യാസ മന്ത്രി. എന്നിട്ടും അതേ വിദ്യാഭ്യാസ മന്ത്രിയെ അധികാരത്തിൽ തുടരാൻ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് ഞെട്ടിക്കുന്നതാണ്. ഇതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. രണ്ടാമതായി, ഇതെങ്ങോട്ട് പോകുമെന്നുള്ളതാണ് നിശ്ചയമില്ല. ഒരുപക്ഷെ നാളെ ഈ സമരം ഒത്തുതീർപ്പായേക്കാം. പക്ഷേ ഈ സമരം മുന്നോട്ട് വയ്ക്കുന്ന ആശാവഹമായ ഒരു കാര്യമുണ്ട്. കേരളത്തിലെ യുവജനങ്ങൾ CJP ആണെങ്കിൽ CJP, അതല്ലെങ്കിൽ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, CPM ആണെങ്കിൽ CPM രാഷ്ട്രീയത്തോട് പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ നെറുവിനെ തൊട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 12 വർഷം ഈ BJP ഒരിക്കലും അനുഭവിച്ചിട്ടില്ലാത്ത സമ്മർദ്ദം ഇന്ന് ഡൽഹിയിൽ അവർ അനുഭവിക്കുന്നുണ്ട്, പാറ്റ്നയിൽ അനുഭവിക്കുന്നുണ്ട്, മധ്യപ്രദേശിലും കേരളത്തിലും അവർ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ BJP പ്രവർത്തകർ ഒരു പ്രതിഷേധം നടത്തി. വലിയ കോമഡിയുള്ളൊരു പ്രതിഷേധമായിരുന്നു. പ്രതിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധം, പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് പ്രതിഷേധം നടത്തിയതിനെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 2G സ്പെക്ട്രം നടക്കുന്ന സമയം? അന്ന് 2G സ്പെക്ട്രത്തിൻ്റെ സമരം നടക്കുന്ന സമയം, അണ്ണാ ഹസാരയുടെ സമരം നടക്കുന്ന സമയം, കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയുടെ സമരം നടക്കുന്ന സമയം പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് പ്രധാനമന്ത്രിയെ തടയാൻ വേണ്ടി പോയ പാർട്ടിയാണ്. എന്നിട്ട് ഇവിടെ ഈ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവും 2 മുഖ്യമന്ത്രിമാരും 120 MPമാരും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയതിന് സംസ്ഥാനത്ത് വലിയ പ്രതിഷേധം നടത്തിയിരിക്കുക BJP. എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നതേയില്ല. ഒന്ന് ഞാൻ പറയാം, ഈ ഇനി CJP ഒരു രാഷ്ട്രീയ രൂപം പ്രാപിക്കുമോ എന്നതും എനിക്ക് നിശ്ചയമില്ല. പക്ഷേ വരാൻ പോകുന്ന പഞ്ചാബ് തിരഞ്ഞെടുപ്പ് നിർണായകമാണ്. ഇത് കഴിഞ്ഞാൽ പാർലമെന്റിൽ കാത്തിരിപ്പുണ്ട് BJPയെ. എന്ത് അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനക്കുള്ള ഒന്നിനു പിന്നാലെ ഒന്നായി BJPക്ക് ഓരോരോ വിഷയങ്ങളായി പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവരാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോം യുവജനങ്ങൾക്ക് രാഷ്ട്രീയമായി സംഘടിക്കാനുള്ളൊരു അവസരം തുറന്നു നൽകിയിരിക്കുന്നു. ഇനി യുവജനങ്ങൾ ഈ നീതികേടിനെതിരെ പ്രതികരിക്കും. അവർക്ക് പ്രതികരിക്കാൻ
ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായിരിക്കുന്നു. CJP കോക്രോച്ച് വിളിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ ജുഡീഷ്യറിയുടെ അധിപൻ, ആ വിളി കേട്ടിരിക്കുന്നത് രാജ്യത്തിലെ ചെറുപ്പക്കാർ. അവർ സംഘടിച്ചെത്തുന്നു. സോനം വാങ്ചുക് എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഒരു പുതിയ ലീഡറിനെ നമ്മൾ കണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ സോനം വാങ്ചുക്കിനെ കുറിച്ച് അധികമൊന്നും സെർച്ച് ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സോനം വാങ്ചുക് ശ്രീനഗറിലെ NIT-യിൽ നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം പൂർത്തിയായി പുറത്തു വരുമ്പോൾ അദ്ദേഹത്തിനെ കാത്ത് വിവിധ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊന്നും പോകാതെ അവിടെയുള്ള പരീക്ഷാ സിസ്റ്റത്തിലൂടെ പരാജയപ്പെട്ട വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്ത് പഠിപ്പിച്ച് അവരെ മികച്ച നിലയിലേക്ക് എത്തിച്ച ഒരു NGO ആക്ടിവിസ്റ്റ് കൂടിയാണ്. ഇവിടെയാണ് ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷന്റെയും സോനം വാങ്ചുക്കിന്റെയും കമ്പാരിസൺ ഉണ്ടാവുന്നത്. ആം ആദ്മി മൂവ്മെന്റ് പിന്നീട് ഒരു രാഷ്ട്രീയ പരീക്ഷണമായി. അതെങ്ങനെയാണ് പരാജയപ്പെട്ടതെന്നും ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നതെന്നും അറിയാം. പക്ഷേ ഒരു കാര്യം മാത്രം ഉറപ്പിച്ചു പറയാം, പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ നേതാക്കളെ നിങ്ങൾക്ക് വിലക്കെടുക്കാൻ കഴിയുമായിരിക്കും. ആം ആദ്മി പാർട്ടിയെ നിങ്ങൾക്ക് ഒരു കഴമ്പുമില്ലാത്ത കേസിന്റെ കള്ളക്കേസിന്റെ പുറത്ത് അഴിയെണ്ണാൻ നിങ്ങൾ പ്രേരിപ്പിക്കുമായിരിക്കും. പക്ഷേ സോനം വാങ്ചുക്കിനെ പോലെ, അഭിജിത് ദീപ്കയെ പോലെ, ഇന്നിപ്പോൾ ഡൽഹിയിൽ ജന്തർ മന്ദിലേക്ക് ഒഴുകിയെത്തുന്ന പേരറിയാത്ത ചെറുപ്പക്കാരെ പോലെ നിരവധി ആളുകൾ പ്രതികരിക്കാൻ തയ്യാറായി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഡൽഹി സർവകലാശാലയിലെ പല സീറ്റുകളും ഒഴിഞ്ഞു കിടക്കുകയാണ്. ഡൽഹി സർവകലാശാലയുടെ ക്വാളിറ്റി എന്തായിരുന്നു UPA ഭരണകാലത്ത്? NDA ഭരണകാലത്ത് ഡൽഹി സർവകലാശാലയിലെ പല കോളേജിലും പഠിക്കാൻ ആളില്ല. ഈ അവസ്ഥയിലാക്കിയതാരാ? BJP. 11 ലക്ഷം തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തിയതാരാ? BJP. ഇവിടെയുള്ള നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോരുന്നതിന് കാരണമാരാ? BJP. 152 പരീക്ഷയുടെ പേപ്പറുകൾ ചോദ്യപേപ്പറുകൾ ചോരുന്നതിന് കാരണമാരാ? BJP. ഇത് എന്നിട്ടും മന്ത്രി അവിടെ തുടരുന്നു എന്നതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഒരു രസകരമായ കാഴ്ച നമ്മൾ അവിടെ കണ്ടു. നേരത്തെ മാധു പറഞ്ഞ തുടർച്ചയായിട്ട് അവിടെ ഈ സമരപ്പന്തലിൽ തളർന്നുറങ്ങുന്നവർക്ക് വീശിക്കൊടുത്തുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ ഇന്ന് അവിടെ നമ്മൾ കണ്ടു. ആരാ വീശിക്കൊടുക്കുന്നത്? ആർക്കും അറിയില്ല. ആ കിടക്കുന്നയാൾ ഇവരുടെ ബന്ധുവോ സുഹൃത്തോ ഒന്നുമല്ല. ഏതോ നാട്ടിൽ നിന്ന് ഏതോ ഭാഷ സംസാരിച്ചു വന്നയാൾ അവിടെ സമരം ചെയ്ത് തളർന്നുറങ്ങുകയാണ്. അവിടെ ഒരു വിദ്യാർത്ഥിയെ സഹവിദ്യാർത്ഥിക്ക്, കൂട്ടുകാരനല്ലാത്ത വിദ്യാർത്ഥിക്ക് ഇങ്ങനെ ഈ വിശറി കൊണ്ട് വീശിക്കൊടുക്കുന്നുണ്ട്. പേരറിയാത്ത മനുഷ്യർ ജന്തർ മന്ദർ എന്ന അഡ്രസ്സ് മാത്രം വെച്ച് സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഭക്ഷണം ഓർഡർ ചെയ്തെത്തിക്കുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ പ്രതിപക്ഷം വളരുകയാണ്. അതാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. അത് പാർട്ടിക്കും അപ്പുറത്തേക്ക് വളരുന്ന പ്രതിപക്ഷമായി ഒരു രാഷ്ട്രീയമായി മാറുന്നു. അത് വലിയ ഒരു രീതിയിലുള്ള ഒരു ചലനമുണ്ടാക്കാം. ആസാം ഗണപരിഷത്ത് ഉണ്ടായത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. 1985 ആസാമിൽ ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷനിൽ നിന്ന് ആം ആദ്മി പാർട്ടി ഉണ്ടായതുപോലെ CJP-യിൽ നിന്ന് ഒരുപക്ഷെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കപ്പെട്ടേക്കാം. ഇല്ലെങ്കിൽ പോലും ആ പ്ലാറ്റ്ഫോമിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ്. രാജ്യമെമ്പാടും അത് പടരുകയാണ് എന്നുള്ളതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അതുകൊണ്ട് സർക്കാരിന് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. Meet the editors.